അപ്പോൾ മക്കളെ, നമ്മുടെ ഇന്നത്തെ പരിപാടി ഉണ്ടല്ലോ, നമുക്ക് ഈ രുജീനിയ പ്ലാന്റ് വെട്ടാൻ വന്നേക്കുവാണ്. വെട്ടാന്ന് വെച്ചാൽ വെട്ടി ഷേപ്പാക്കാൻ വേണ്ടി വന്നേക്കുവാ. ഇത് ഞങ്ങളൊരു 1 വർഷം മുമ്പ് ഇത് വെട്ടിയതാണ്. കഴിഞ്ഞ ക്രിസ്മസിന് ഇത് വെട്ടിയതാണ്. വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വെട്ടാൻ പറ്റിയില്ല. ഇപ്പം പിന്നെ വന്ന് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇത് സ്ഥലം വരുന്നത് പൊൻകുന്നത്താണ്. നല്ല ഹൈറ്റായി. ഇനി അത് വെട്ടണം. അപ്പോൾ ഇത് നമ്മുടെ വെട്ടാൻ വേണ്ടിയുള്ള ടൂൾസാണ്. ഇത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന മെഷീനാണ്. വെട്ടിക്കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്യുന്ന മെഷീനാണ്. നമ്മൾ കത്രിക കൊണ്ട് വെട്ടിയാൽ തീരത്തില്ല, കാരണം ടൈം കൂടുതലെടുക്കും. നമ്മൾ മെഷീൻ ഉപയോഗിച്ചാണ് ഇത് വെട്ടുന്നത്. നമ്മൾ നീളമുള്ള ബ്ലേഡ് ഇട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. അതാകുമ്പോൾ വേഗം ഷേപ്പായി കിട്ടും. ആദ്യമേ ഫസ്റ്റില് നമ്മൾ ആദ്യം തന്നെ അടിഭാഗം ജസ്റ്റ് ഒന്ന് മെഷീനിട്ടൊന്ന് കോതിക്കളയുന്ന വെച്ചാൽ നമുക്ക് മേളിലോട്ട് അത് ഷേപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം താഴെ കോതി കളഞ്ഞാലേ ഉള്ളൂ മേളിലോട്ട് ഷേപ്പാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് ചെയ്യണം. താഴെ നിന്ന് ഒത്തിരി ചെടി എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ റൗണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ മെഷീനാണ് ഈ കാണുന്നത്. ഈ മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ മേൽഭാഗം എല്ലാം വെട്ടുന്നത്. അത് നേരെ അത് റൗണ്ട് ആക്കണം. അത് നമ്മൾ ചെടിയുടെ ഷേപ്പ് അനുസരിച്ചാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ ഇത് സജഷൻ ചോദിക്കും എങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ എല്ലാവരും ഈ രുജീനിയ പ്ലാന്റ് ഒക്കെ ആയതുകൊണ്ട് മാക്സിമം റൗണ്ട് ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം റൗണ്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി സ്ക്വയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പ് ആണെങ്കിൽ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ ഈ വീട്ടിൽ എപ്പോഴും ആളുള്ള വീടുമല്ല, അവരെല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. അപ്പം എപ്പോഴും വന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളില്ല. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ അത്യാവശ്യം അടിയും കാര്യങ്ങളെല്ലാം വെട്ടി അടിയുന്ന ലെവൽ ചെയ്ത് വേണം പോകാൻ. അപ്പം ഏകദേശം ഒരു സൈഡ് വെട്ടിത്തീർന്നപ്പോൾ ഉള്ള റിസൾട്ടാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഇപ്പുറത്തെ പ്ലാന്റ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 8 പ്ലാന്റ് ഉണ്ട്. 8 പ്ലാന്റും വെട്ടാനാണ്. എല്ലാം നല്ല ഹൈറ്റിൽ കയറിപ്പോയി കേട്ടോ. അപ്പം ഇച്ചിരി ടാസ്ക് ആയിരുന്നു വെട്ടിയെടുക്കുക എന്ന് പറയുന്നത്. നമുക്ക് മെഷീൻ വെച്ച് എത്താവുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതായത് ഏകദേശം ഒരേ ലെവലിൽ നിന്നില്ലെങ്കിൽ ഷേപ്പ് ആകത്തില്ല, എന്നാലേ കാണാനൊരു ഭംഗി വരത്തുള്ളൂ. ഇതാണ് നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് കേട്ടോ ചെടിയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെടിയോ കാര്യങ്ങളോ വെട്ടാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഗാർഡൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗാർഡൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.